ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള സോഫ്റ്റ്വെയർസ്, അതായത് ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസൊക്കെ കളയാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയ്ക്ക് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊതുവായിട്ടും പോക്കോ, ഓപ്പോ, വിവോ അങ്ങനത്തെ ഡിവൈസ് ഉള്ളവർക്കാണ്. കാരണം അതിലാണ് കുറേ ആപ്സൊക്കെ ആവശ്യമില്ലാത്തുള്ളത്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ ഫോൺ കുറച്ച് ഒപ്റ്റിമൈസ് ആവും. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയ്ക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട 2 ആപ്സാണ്. ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഷിസൂക്ക് പറഞ്ഞത് ഈ ഒരു ആപ്പും, പിന്നെ ഈ കാൻഡ പറഞ്ഞ ഈ ഒരു ആപ്പും. അപ്പോൾ ഇതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് ഈ കാൻഡ പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷിസൂക്ക് പറഞ്ഞ സാധനം ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു എൻ്റെ ഇപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ഞാൻ കുറേ എൻ്റെ ഉള്ള എല്ലാവരും ബ്ലോട്ടേഴ്സും കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. എൻ്റെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് പറഞ്ഞ താൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കിടക്കുന്ന സാധനമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. കാണിച്ചാൽ ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആദ്യം ഷിസൂക്ക് കണക്ട് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഷിസൂക്ക് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ ഓർഡർ കണ്ടിട്ട് ഞാൻ ഡിസ്കണക്ട് ചെയ്തൊന്നും കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന മുമ്പത്തെ ആദ്യം നിങ്ങൾക്ക് ഡെവലപ്പർ ഓപ്ഷൻ പറഞ്ഞ സാധനം ഓപ്പൺ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് സെറ്റിംഗ്സിൽ പോയിട്ട് എബൌട്ട് ഫോണിൽ പോവുക. അവിടെ ഉണ്ടാകും സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ. അവിടെ പോയിട്ട് നിങ്ങൾ ഈ ബിൽഡ് നമ്പറോ ബേസ് ബാൻഡ് വെർഷനോ ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഡെവലപ്പർ മോഡാണ് ഇവിടെ ചെയ്യണോ ചോദിക്കും. അതിനുവേണ്ടി നിങ്ങളെ പാസ്വേഡോ അങ്ങനെയൊക്കെ പാസ്വേഡ് അടിക്കാൻ പറയും. പാസ്വേഡ് അടിച്ചിട്ട് ഡയറക്ടർ ഓപ്ഷൻ അനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ബാക്ക് വരിക, ഫുള്ളായിട്ട് ബാക്ക് വരിക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ഷിസൂക്ക് ഓപ്പൺ ചെയ്യാം. ഷിസൂക്ക് ഓപ്പൺ ചെയ്തിട്ട് അവിടെ അടിയിലുണ്ടാവും ഈ പെയറിംഗ് പറഞ്ഞത്. എന്താ കണ്ടി പെയറിംഗ് പറഞ്ഞ സാധനം, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ അടിയിലുണ്ടാവും ഡയറക്ടർ ഓപ്ഷൻ വന്നിട്ട്. ചിലപ്പോൾ ഈ MIUവിൻ്റെ കുറച്ച് ഫോൺസിനൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് വരികയാണെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്താൽ ഞാനുള്ള സൊല്യൂഷൻ തരുന്നേക്കും. ജസ്റ്റ് ഡെവലപ്പർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അവിടെ അനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം. ജസ്റ്റ് അടിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവും USB ഡീബഗിങ് പറഞ്ഞ സാധനം, അത് ഓണാക്കി ഇടുക. അത് ഓണാക്കുക. അത് ഓണാക്കിയിട്ട് അടിയിലുണ്ടാവും വയർലെസ് ഡീബഗിങ് പറഞ്ഞ സാധനം, അത് ജസ്റ്റ് ഓണാക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു വൈഫൈക്ക് കണക്ട് ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ എൻ്റെ വേറെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് വൈഫൈ പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹോട്ട്സ്പോട്ട് എടുത്ത് കണക്ട് ചെയ്താലും ഹോട്ട്സ്പോട്ട് എടുത്താലും മതി. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. വൈഫൈ ഉള്ളവർക്ക് സാധാരണ ആപ്റ്റും ചെയ്യാം. എന്നിട്ട് ഓൾവേസ് അലോ ഓൺ ദിസ് നെറ്റ്വർക്ക് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് അലോ കൊടുക്കുക. എന്നിട്ട് ഈ വയർലെസ് ഡീബഗിങ് ആ ഒരു എഴുത്തിന് മുകളിൽ ടൈപ്പ് നിൽക്കുക. എന്നിട്ട് അവിടെ ഉണ്ടാവും ഈ പെയർ ഡിവൈസ് വിത്ത് പെയറിംഗ് കോഡ് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉണ്ടാവും അവിടെ ഉണ്ടാവും ഒരു കോഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ മുകളിലൊരു നോട്ടിഫിക്കേഷൻ വരും, അവിടെ ടൈപ്പ് ചെയ്ത് ആ കോഡ് ഇതാക്കണ്ട 6392337 ആ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെൻഡ് അടിക്കുക. സെൻഡ് അടിക്കുമ്പോൾ അതാ മുകളിങ്ങനെ പറയും പെയറിംഗ് സക്സസ്ഫുൾ കാണിക്കും. നിങ്ങൾ ബാക്ക് വരിക, ഒന്നുകൂടെ ബാക്ക് വരിക. ആ പെയറിംഗ് പറഞ്ഞ സ്ഥലത്തിൻ്റെ ബാഡിയിലുണ്ടാവും സ്റ്റാർട്ട് എന്ന്. ആ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ സാധനം വന്ന് ഞങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഒന്നുകൂടെ പോവുക. അവിടെ ഇങ്ങനെ പോയിട്ട് ഈ USB ഡീബഗ് പറഞ്ഞ സാധനമല്ലോ, ജസ്റ്റ് ഓണാക്കുക ഓഫാക്കുക അങ്ങനെ കളിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബാക്ക് വരിക. അപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. ഇത് ഞാൻ സ്റ്റാർട്ടായി കുറച്ച് എഴുത്തൊക്കെ വന്നിട്ട് ഇത് താഴെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് കഴിയുമ്പോൾ സാധനം റൺ ആവുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ കാൻഡ പറഞ്ഞ സാധനം ഉണ്ടാവും. ഈ ആപ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാൻഡ നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ പ്ലേ സ്റ്റോറിൽ ലിങ്ക് കൊടുത്തേക്കാം ഷിസൂക്കിൻ്റെ ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് ഷിസൂക്കിൽ ഈ കാൻഡ പറഞ്ഞ സാധനത്തിൻ്റെ ഇത് ഓണാക്കിയിടുക. എന്നിട്ട് പിന്നെയുള്ള അപ്പോൾ നിങ്ങൾ ഷിസൂക്ക് സാധനത്തിൻ്റെ പെയറിംഗ് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട കാൻഡ പറഞ്ഞ ആപ്പിലാണ്. ജസ്റ്റ് ആ കാൻഡ പറഞ്ഞ ആപ്പിൽ പോവുക. എന്നിട്ട് അവിടെ നിന്ന് ആദ്യം നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഒക്കെ ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ കാൻഡയിൽ വരിക. ജസ്റ്റ് നമുക്ക് വെറുതെ കാണിച്ചു തരാം. ആ നെറ്റ്ഫ്ലിക്സ് പുറത്തേക്ക് ഇട്ടിട്ട് കണ്ടോ, എനിക്കിപ്പം ഈ നെറ്റ്ഫ്ലിക്സ് അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ഇതെൻ്റെ ഫോണിൻ്റെ ഒരു ഡിഫോൾട്ട് ആപ്പ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു മെത്തേഡ് വെച്ച് അൺഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചത് നിങ്ങൾക്ക്. എനിക്കൊരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റൂല. അപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ കാണിച്ചു തരാം. ഇതാ കണ്ടോ, സെക്കൻഡ് റെക്കോർഡർ സ്റ്റോപ്പായി പോയി. അപ്പോൾ കണ്ടോ, എനിക്കിവിടെ അൺഇൻസ്റ്റാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് ഈ കാൻഡ ആപ്പിൽ കയറുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷിസൂക്കിൽ അത് ഓണാക്കിയിട്ട് വേണം. അതോടെ സ്റ്റാപ്സിൽ പോയിട്ട് അത് ഓണാക്കിയിട്ട് വേണം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ ആപ്സിനെയും കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതിൽ സിസ്റ്റത്തിന് ഇങ്ങനെ തന്നേക്കുന്ന ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ആ ചിഹ്നം എന്നുള്ള അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞേക്കരുത്. അതായത് ആൻഡ്രോയിഡ് UI അതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്തത്. അത് ചെയ്ത് നിങ്ങളുടെ ഫോൺ എന്തായാലും അടിച്ചു പോകും. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ പുറത്തേക്ക് കാണുന്ന ആപ്സ് മാത്രം അൺഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് പോയി അങ്ങനെ ഈ ആപ്പ് ഉണ്ടെങ്കിൽ തിരിച്ച് റിക്കവറായി കൊണ്ടുവരാൻ എന്താ ഞാൻ ഇപ്പോൾ ജസ്റ്റ് സെർച്ച് കാണിച്ചിരാം. ഇവിടെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സെർച്ച് ചെയ്യുക. NETFLIX സെർച്ച് നെറ്റ്ഫ്ലിക്സ് മുകളിൽ വന്നു.
അതിൻ്റെ അവിടെ ജസ്റ്റ് ആ സ്ക്വയറിന് മുകളിൽ ടിക്ക് കൊടുക്കുക. അപ്പോൾ അടിയിലുണ്ടാവും, അവിടെ അടിയിലുണ്ടാവും അൺഇൻസ്റ്റാൾഡ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ റീസെറ്റ് ഫാക്ടറി വെർഷൻ ആരെയും അൺഇൻസ്റ്റാൾ. അപ്പോൾ ഇവിടെ ഇത് ഒന്നും ക്ലിക്ക് ചെയ്യൊന്നും വേണ്ട. എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഓക്കെ അടിക്കുക. അപ്പോൾ ഇവിടെ സക്സസ് കാണിക്കും. എന്നിട്ട് ഇവിടെ ഈ ക്യാൻസൽ ബട്ടൺ അടിക്കുക. ഡൊണേറ്റ് അടിച്ച് നിങ്ങളുടെ അടുത്ത് പൈസ പോകും. ഇവിടെ ക്യാൻസൽ അടിക്കുക. അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഇതാ കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല, നെറ്റ്ഫ്ലിക്സ് പോയി. നിങ്ങൾക്ക് ഇങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ പോയ സാധനം അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ആപ്പ് വെച്ച് പോയ സാധനം തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആപ്പിൽ കയറുമ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തായിരിക്കും, ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടാവും വേറെ സംഭവം, ഈ ഒരു വേസ്റ്റ് ബിൻ്റെ തന്നെ എക്സ് പറഞ്ഞിട്ട് അവിടെ പോവാം. എന്നിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കിയാൽ അവിടെ ഉണ്ടാവും നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചതാണ്. ആ നെറ്റ്ഫ്ലിക്സ് അവിടെ ടിക്ക് മാർക്ക് ആ ഒരു ബോക്സ് കൊണ്ട് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് അവിടെ ഉണ്ടാവും, അടിയുണ്ടാവും ഈ ഒരു ഇൻസ്റ്റാളിൻ്റെ ബട്ടൺ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുകയും ചെയ്യും. കാണിച്ചു തരാം. ഇതാ കണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ ഇവിടെ കണ്ടോ, ഇതാ അവിടെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഫോണിലത്തെ ബ്ലോട്ട്വെയർസൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വയ്ക്കുന്നു. ഇത് നിങ്ങളുടെ ഫോണിലെ എല്ലാ ബ്ലോട്ട്വെയർസും കളയാനുള്ള ഏക ഒരു മെത്തേഡാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത ഏത് ടൈപ്പ് വീഡിയോസ് വേണ്ട വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് ഞാനൊരു ഊഹം വെച്ച് നിങ്ങൾക്ക് ഏതൊക്കെ രീതിക്ക് തരുന്ന വീഡിയോസ് വേണം ഞാൻ ഊഹിച്ചെടുത്തുണ്ടാക്കുന്നതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.